പണിക്കർ നയിച്ച മറ്റൊരു സമരമായിരുന്നു അച്ചിപ്പുടവ സമരം. സവർണ സ്ത്രീകൾക്കു മാത്രം ഉടുക്കാൻ അനുവാദമുണ്ടായിരുന്ന വേഷമാണ് കണങ്കാൽ വരെ നീണ്ടുനിൽക്കുന്ന മുണ്ട്. അച്ചിപ്പുടവ എന്നായിരുന്നു അതറിയപ്പെട്ടിരുന്നത്. ഈ വിശേഷപ്പെട്ട പുടവ നെയ്തിരുന്നത് കീഴാള സ്ത്രീകളാണ്. എന്നാൽ അവർക്ക് അത് ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടിവരും. കായംകുളത്തിനടുത്ത് പത്തിയൂരിൽ ഒരു സമ്പന്ന ഈഴവ യുവതി അച്ചിപ്പുടവയുടുത്ത് പുറത്തിറങ്ങി നടന്നത് സവർണരെ ചൊടിപ്പിച്ചു. അവർ സ്ത്രീയുടെ പുടവ അഴിച്ചെടുത്ത് വലിച്ചുകീറി ചേറിൽ പൂഴ്ത്തി. ഇതറിഞ്ഞ പണിക്കർ സ്ഥലത്തെത്തുകയും സവർണരെ നിലംപരിശാക്കുകയും ചെയ്തു. ശേഷം സവർണരോട് പത്തിയൂരിലെ യുവതിയെ കണ്ട് പരസ്യമായി മാപ്പ് പറയാനാവശ്യപ്പെട്ടു. അവർണ സ്ത്രീകൾ മാറുമറക്കുന്നതിനും മുട്ടുമറക്കുന്നതിനും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിനും തടസ്സം നിൽക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ഇതുകൂടാതെ അവർണരുടെ ആദ്യത്തെ കഥകളിയോഗം സംഘടിപ്പിച്ചത് പണിക്കരായിരുന്നു. കീഴാളർക്ക് കഥകളിയോഗം നടത്താൻ അവകാശമില്ലെന്ന് സവർണർ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും പണിക്കർക്ക് അനുകൂലമായാണ് സർക്കാർ വിധി പുറപ്പെടുവിച്ചത്. കൂടാതെ എല്ലാ ജാതിയിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം നടത്തി. പക്ഷേ ഈ ധീരവിപ്ലവകാരിയെ സവർണ ശക്തികൾ ചതിയിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ അവസാന ശ്വാസം വരെ അവർണർക്കു വേണ്ടി പോരാടിയ ധീരയോദ്ധാവായിരുന്നു.